അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മാഡം വിളിച്ചു. അതായത് ഇപ്പോൾ എയർപോർട്ടിലാണല്ലോ, അതുകൊണ്ട് ജോജോ പോയിട്ട് പണിയിൽ പോയിട്ട് നമ്മുടെ ഫാം ഹൗസിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നേരെ കാലടി പോയി ഫുൾ ടാങ്ക് CNG അടിച്ചു. നേരെ മലയാറ്റൂർ വഴി കേട്ടോ ഞാൻ പോണേ. നമ്മുടെ സ്ഥലം വന്നിട്ട് പാണിയേലിപ്പോര് കോടനാട് കഴിഞ്ഞ് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ മലയാറ്റൂർ പള്ളിയിൽ പോയി അവിടെ നേർച്ച ഇട്ടു. കാരണം കുറച്ചു നേരം പള്ളിക്കകത്ത് കയറി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. കാരണം ഈ വഴിക്ക് പോയാലും നമുക്ക് ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതണം. ഇതിനുവേണ്ടി മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് പെരിയാർ. അപ്പോൾ നമ്മൾ പെരിയാർ ക്രോസ് ചെയ്ത് നേരെ പാണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കേട്ടാ. അവിടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം. അങ്ങനെ ഇതാണ് ഹൈക്കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റായ രാമകൃഷ്ണ സാറിൻ്റെയും ഫാമിലി കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റായ മാഡം മഞ്ജു കർത്തക മാഡത്തിൻ്റെയും സ്വപ്ന ഭവനവും ഫാം ഹൗസും ആണത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചി ഉണ്ട് അവിടെ. റെനി ചക്കയിടാൻ വേണ്ടി കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്നെ വിളിച്ചു, ഞാനും ചെന്നു. ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം റെനിക്കുട്ടൻ. റെനിൽ ചക്കയിടാൻ വേണ്ടി പ്ലാവിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. എന്നിട്ട് കയറിൽ കെട്ടി ഇറക്കാനൊക്കെയാണ് ഉദ്ദേശം. പക്ഷേ ചക്ക താഴേക്ക് വീണു. 2 ചക്ക ഇട്ടു കേട്ടോ. അങ്ങനെ ചക്ക ഇട്ടതിന് ശേഷം നമ്മൾ അതൊക്കെ ആയിട്ട് നമ്മുടെ ഫാം ഹൗസിലെ ഫലവൃക്ഷങ്ങളുമായിട്ട് നമ്മൾ നേരെ വീടിൻ്റെ മുറ്റത്തേക്ക്. ഇവിടെ എല്ലാവിധ കൃഷിയുണ്ട് കേട്ടോ. അതായത് വിഷരഹിതമായ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഞാൻ ഡിക്കിയിൽ വെച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ തിരിക്കാനുള്ള ശ്രമമാണ്. നല്ല മഴയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെനീലിൻ്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ കുട്ടന് 2 ബിസ്ക്കറ്റ് കൊടുത്തുട്ടാ. പാവം എന്തൊരു സ്നേഹം എന്നറിയോ. നമ്മൾ ചെല്ലുമ്പോഴേക്കും ഭയങ്കര ഓടിച്ചാടി വരും. അപ്പോൾ ബിസ്ക്കറ്റും കഴിച്ചുള്ള ആ നന്ദിയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത് നമുക്ക് അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചാമ്പയ്ക്ക പറിക്കേണ്ടായിരുന്നു. ചാമ്പയ്ക്ക പറിക്കണം, ഇനി ഊണ് കഴിക്കണം. റംബൂട്ടാൻ നിറയെ പഴുത്തിരിക്കുക കേട്ടോ. ഈ റംബൂട്ടാൻ്റെ കളറ് മഞ്ഞയാണ്, റെഡല്ല. അങ്ങനെ ഊണും കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത റെനിൽ പൊക്കത്ത് കയറിയിട്ട് ചെറിയ മഴയുണ്ട്, എന്തായാലും അതെല്ലാം പറിച്ച് താഴെ കിട്ടു. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടി അതെല്ലാം പെറുക്കിയെടുത്ത് അതിൽ നിന്ന് എല്ലാം ശേഖരിച്ച് സെറ്റപ്പാക്കി പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് വെച്ച് അങ്ങനെ ഞാൻ യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ ആലുവ പുഴയും ക്രോസ് ചെയ്ത് ഞാൻ നേരെ കണ്ടെയ്നർ വഴിയാണ് പോകുന്നത്. ഇതന്നെ എല്ലാം സാറിൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ച് ഭംഗിയായിട്ട് തിരിച്ചു പോകണമെന്നാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ അജണ്ട ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you.